ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് ഒളിച്ചേ കണ്ടേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇതൊരു കളിയാണ്, ഒളിച്ചേ കണ്ടേ എന്നുള്ളത്. നീയയുടെ വീട്ടുവളപ്പിൽ നിറയെ മരങ്ങൾ, നല്ല തണലും തണുപ്പുമുണ്ട്. അപ്പോൾ രണ്ട് കുട്ടികൾ പറയുകയാണ്, ഇവിടെ ഒളിക്കാം. കണ്ടോ? അപ്പോൾ ഒരാൾ എണ്ണുന്നുണ്ടായിരിക്കും അല്ലേ? ആരാണ്? നീയാണ് എണ്ണുന്നത് എന്ന് തോന്നുന്നു. 13, 14, 15, 16, 27, 28, 29, 30 ഇങ്ങനെ ആ കുട്ടി എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒളിച്ചു നിൽക്കുന്നവർ പറയാണ്, ചിലത് വിട്ടുപോയല്ലോ. നിങ്ങൾക്ക് തോന്നിയില്ലേ ചില നമ്പേഴ്സ് വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളത്? നിയ എണ്ണാൻ വിട്ടുപോയ സംഖ്യകൾ ഇവിടെ എഴുതൂ. നിയ 16 വരെ എണ്ണിയിട്ട് പിന്നെ 27 എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ അതിനിടയിൽ വിട്ടുപോയത് ഏതൊക്കെയായിരിക്കും? 17, 18, 19, 20, 21, 22, 23, 24, 25, 26 ഇതൊന്നും എണ്ണാതെയാണ് നിയ 27 എന്ന് എണ്ണിയത്. നിയ ആദ്യം ജാൻവിയെ കണ്ടു. അപ്പോൾ ആദ്യം കണ്ട ആളാണ് പിന്നെ എണ്ണേണ്ടത് അല്ലേ? ഇനി ഞാൻ എണ്ണാം. ജാൻവി എണ്ണിയത് 30 മുതലാണ്. ജാൻവി എണ്ണിയ തുടർച്ചയായ 10 സംഖ്യകൾ എഴുതൂ. അപ്പോൾ നിയ 30 വരെ എണ്ണിയിട്ടുണ്ടായിരുന്നു. ജാൻവി 30-ൽ നിന്നാണ് തുടങ്ങിയത്. പിന്നെ തുടർച്ചയായി 10 സംഖ്യകൾ എണ്ണി. അതേതാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 30 കഴിഞ്ഞാൽ പിന്നെ 31, 32, 33, 34, 35, 36, 37, 38, 39, 40. കളിക്കുന്നതിനിടയിൽ വഴിയിൽ പെട്ടെന്നൊരു ശബ്ദം. കണ്ടോ? ഒരു വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ വീണതാണ്. അപ്പോൾ അയാൾ പറയാണ്, സാരമില്ല, കൈ തട്ടി വീണതാ. ആരാണ് അത്? സാബുവേട്ടനാണ് അല്ലേ? അയ്യോ സാബുവേട്ടൻ, ഞങ്ങളും സഹായിക്കാം. അവർ പഴങ്ങൾ സഞ്ചിയിലാക്കി. ഓരോ ഇനവും നിയ എണ്ണി നോക്കി. താഴെ വീണ് കിടക്കുന്ന ആ പഴങ്ങൾ പെറുക്കിയെടുക്കാനായിട്ട് അവർ സഹായിച്ചു. എന്നിട്ട് അവസാനം അത് നിയ എണ്ണി നോക്കി. ഓരോന്നും എത്രയുണ്ട്? ആപ്പിൾ നോക്കൂ. ഓരോന്നും 10ൻ്റെ കൂട്ടങ്ങളായിട്ടാണ് മാറ്റി വച്ചിരിക്കുന്നത്. അപ്പോൾ ആപ്പിള് 4 കൂട്ടമാണ് ഉള്ളത്. അപ്പോൾ 40 അല്ലേ? പിന്നെ ഓരോന്നായിട്ട് വെച്ചിട്ടുണ്ട്, അത് 2 എണ്ണം ഉണ്ട്. അപ്പോൾ 40ഉം 2ഉം 42. അതുപോലെ തന്നെ മാങ്ങയും 10ൻ്റെ ഓരോ കൂട്ടങ്ങളായിട്ടാണ്. അപ്പോൾ 10, 20, 30, 40, 50 5 കൂട്ടമാണ് ഉള്ളത് അല്ലേ? അതുകൂടാതെ 4 എണ്ണം വേറെയുമുണ്ട്. അപ്പോൾ 54 മാങ്ങ. ഇനി ഓറഞ്ചോ? 10, 20, 30 3 10ൻ്റെ കൂട്ടങ്ങളും 4 എണ്ണം വേറെയും. അപ്പോൾ 34. ഇത്രയും പഴങ്ങളാണ് അവർക്ക് കിട്ടിയത്. മാങ്ങയും ഓറഞ്ചും മുഴുവൻ കിട്ടി. ആകെ 45 ആപ്പിൾ ഉണ്ടായിരുന്നു. മാങ്ങയും ഓറഞ്ചും വീണതെല്ലാം കിട്ടി. പക്ഷേ ആപ്പിൾ 45 എണ്ണമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കിട്ടിയത് എത്രയാണ്? 42 അല്ലേ? ഇനി എത്ര ആപ്പിൾ കിട്ടാനുണ്ട്? 42 കിട്ടിയത്. 45 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 43, 44, 45 3 എണ്ണം കൂടി കിട്ടാനുണ്ട്. കൂടുതലുള്ള എണ്ണം ഏതാണ്? മാങ്ങയാണ് അല്ലേ? കുറവ് എണ്ണമോ ഏതാണ്? ഓറഞ്ചാണ് കുറവ് എണ്ണം. മാങ്ങ 45ഉം ഓറഞ്ച് 34ഉമാണ് ഉള്ളത്. ഓറഞ്ചിനേക്കാൾ എത്ര കൂടുതൽ ആപ്പിൾ ഉണ്ട്? അപ്പോൾ 45 മൈനസ് കുറക്കണം 34. ഉത്തരം എത്രയാണ് കിട്ടിയത്? 11 എണ്ണമാണ് കൂടുതലുള്ളത് ആപ്പിൾ. കുറക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. അറിയുന്നവരും ഒന്ന് കണ്ടു നോക്കൂ. എങ്ങനെയാണ്? 45 മാങ്ങകളാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും 34 എണ്ണമാണ് നമുക്ക് കുറയ്ക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇതുപോലെ എഴുതുക. കണ്ടില്ലേ? ഇതുപോലെ. ഇനി ഈ 45 എന്നുള്ളതിൽ 5 ഒന്നാം സ്ഥാനത്തും 4 10ാം സ്ഥാനത്തുമാണ് ഉള്ളത്. ഇനി 34ലോ? 4 ഒന്നാം സ്ഥാനത്ത്, 3 10ാം സ്ഥാനത്ത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ എഴുതുമ്പോൾ ആദ്യം കുറയ്ക്കേണ്ടത് ഒന്നാം സ്ഥാനത്തുള്ളതിൽ നിന്നാണ്. എപ്പോഴും വലിയ സംഖ്യ വേണം മുകളിൽ എഴുതാൻ. 5 ഒന്നാം സ്ഥാനത്തുള്ളത് 45-ൽ അല്ലേ?
34ലോ 4 5-ൽ നിന്നും 4 പോയാൽ എത്ര കിട്ടും? 5-ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 4 കുറച്ചാൽ നമുക്ക് 1 കിട്ടും. അപ്പോൾ അത് താഴെ ഉത്തരത്തിൻ്റെ അവിടെ എഴുതുക. ഇനി 10ാം സ്ഥാനത്ത് നോക്കാം. 10ാം സ്ഥാനത്ത് കിടക്കുന്നത് 4 അല്ലേ? 4-ൽ നിന്ന് 10ാം സ്ഥാനത്തുള്ള 3 കുറയ്ക്കുക. 4-ൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. അപ്പോൾ കൂട്ടി വായിക്കൂ. നമ്മുടെ ഉത്തരം എത്രയാണ്? 11. സംഖ്യകളി. സോഹനും നീയും സംഖ്യ കളി തുടങ്ങി. ഒന്നാമത്തെ കളിയിൽ സോഹന് 40 പോയിൻ്റ് കിട്ടി. നീയയ്ക്ക് അതിനേക്കാൾ 7 പോയിൻ്റ് കൂടുതൽ കിട്ടി. നീയയ്ക്ക് കിട്ടിയത് എത്ര? 40-നേക്കാൾ 7 പോയിൻ്റ് കൂടുതലാണ് നീയയ്ക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ 40-ൻ്റെ കൂടെ 7 കൂടി കൂട്ടണം. അപ്പോൾ എത്രയാണ്? 47. ഇനി രണ്ടാമത്തെ കളിയിൽ നീയയ്ക്ക് 44 പോയിൻ്റ് കിട്ടി. സോഹന് അതിനേക്കാൾ 14 പോയിൻ്റ് കുറവാണ് കിട്ടിയത്. രണ്ടാമത്തെ കളിയിൽ നീയയ്ക്ക് 44 പോയിൻ്റാണ്, അതിനേക്കാൾ 14 കുറവാണ് ആർക്ക്? സോഹന്. അപ്പോൾ എന്ത് ചെയ്യണം? സോഹന് കിട്ടിയത് കണ്ടുപിടിക്കാൻ 44-ൽ നിന്നും 14 കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും? 30. അപ്പോൾ സോഹന് കിട്ടിയിരിക്കുന്നത് 30 പോയിൻ്റ്. മൂന്നാമത്തെ കളിയിൽ സോഹനും നീയയ്ക്കും കൂടി കിട്ടിയ പോയിൻ്റ് 50-ൽ കുറവാണ്. മൂന്നാമത്തെ കളി കളിച്ചപ്പോൾ സോഹനും നീയയ്ക്കും കിട്ടിയ പോയിൻ്റ് കൂട്ടിയാൽ 50 ആവില്ല, 50-ൽ കുറവാണ്. എത്രയാണ് എന്ന് പറഞ്ഞിട്ടില്ല. അത് 49 ആകാം, 48 ആകാം, 47 ആവാം. പക്ഷേ 50-ന് മുകളിലല്ല, 50 അല്ല, 50-ൽ കുറവാണ്. അവരുടെ പോയിൻ്റുകൾ തമ്മിലുള്ള വ്യത്യാസം 10. ഓരോരുത്തരുടെയും പോയിൻ്റുകൾ എത്രയാകാം? അപ്പോൾ ഒരാൾക്ക് കിട്ടിയ പോയിൻ്റ്, നീയയ്ക്ക് കിട്ടിയ പോയിൻറ്റും സോഹന് കിട്ടിയ പോയിൻറ്റും തമ്മിൽ 10 വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള സംഖ്യ എഴുതാം. അപ്പോൾ അവർക്ക് 48 എന്ന് വിചാരിക്കുക. നീയയ്ക്ക് 29, സോഹന് 19. അപ്പോഴെത്രയായി? 48 അല്ലേ ടോട്ടൽ. അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 29-ൽ നിന്ന് 19 കുറച്ചാൽ ബാക്കി 10, 10-ൻ്റെ വ്യത്യാസം. ഇനി 46 ആണെങ്കിലോ 28, 18, അപ്പോഴും 10-ൻ്റെ വ്യത്യാസം അവർ തമ്മിലുണ്ട്. ഇതിൽ ഞാൻ നീയയ്ക്കാണ് കൂടുതൽ പോയിൻ്റുകൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സോഹന് കൊടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. ക്ലാസ് അലങ്കരിക്കാം. നീയയും സോഹനും ക്ലാസ് അലങ്കരിക്കാൻ വർണ്ണക്കടലാസിൽ പല രൂപങ്ങൾ മുറിച്ചു. ഞാൻ ഉണ്ടാക്കിയത് കണ്ടോ? നക്ഷത്രങ്ങൾ കണ്ടില്ലേ? നീയയുടെ കയ്യിൽ നക്ഷത്രമാണ് ഇരിക്കുന്നത്. മുറിച്ചെടുത്തവ രണ്ടുപേരും നിരത്തി വെച്ചു. സ്റ്റാർ എത്രയാണ്? 10 പോയിൻ്റാണ്. അതുപോലെ തന്നെ ആ ബ്ലൂ കളറിന് 1 പോയിൻറ്റും. ഓരോരുത്തർക്കും എത്ര പോയിൻ്റ് കിട്ടി? നീയ ഉണ്ടാക്കിയതും സോഹൻ ഉണ്ടാക്കിയതുമാണ്. നീയയ്ക്ക് എത്ര സ്റ്റാർ ഉണ്ട്? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 1, 2, 3, 4, 5. 5 സ്റ്റാറാണുള്ളത്. ഒരു സ്റ്റാറിന് 10 ആണെങ്കിൽ 5 സ്റ്റാറിന് 50 അല്ലേ? ഇനി ബ്ലൂ കളറ് എത്രയാണുള്ളത്? 1, 2, 3, 4. 4 എണ്ണം അല്ലേ? അതിന് പക്ഷേ 1 പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ 4 എണ്ണം ആകുമ്പോൾ 4 പോയിൻ്റ്. ഇനി നീയയ്ക്ക് എത്ര കിട്ടിയെന്ന് എങ്ങനെ പറയും? 50 + 4 54. സോഹന് എത്ര കിട്ടി? 1, 2, 3, 4 നക്ഷത്രങ്ങളാണ് ഉള്ളത്. അപ്പോൾ 4, 10, 40 അല്ലേ? ഇനി 2 നീല കളറ് കടലാസ് കൂടി ഉണ്ട്. അപ്പോൾ 2, 40ഉം 2ഉം 42. ഇനി ആർക്കാണ് കൂടുതൽ? 54ഉം 42ഉമാണ്. അപ്പോൾ കൂടുതൽ എന്ന് പറയുന്നത് 54 നീയയ്ക്കാണ് അല്ലേ? എത്ര കൂടുതൽ? അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 54-ൽ നിന്നും സോഹൻ്റെ 42 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 12 കിട്ടും. എല്ലാവർക്കും കുറയ്ക്കാൻ അറിയില്ലേ? എങ്ങനെയാണ്? 54-ലെ 4-ൽ നിന്ന് 42-ലെ 2 കുറയ്ക്കുക. അപ്പോൾ 4-ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് 2 എന്ന് ആൻസർ കിട്ടും. ഇനി 10ാം സ്ഥാനത്തുള്ള 5-ൽ നിന്ന് 4 കുറയ്ക്കുക. 5-ൽ നിന്ന് 4 കുറച്ചാൽ എത്രയാണ്? 1. അപ്പോൾ 12 ഉത്തരം കിട്ടി. ഒപ്പം എത്താൻ സോഹൻ ഓരോ രൂപവും എത്ര എണ്ണം മുറിക്കണം? ഇനി നീയയുടെ ഒപ്പം എത്താൻ സോഹൻ എത്ര മുറിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 12 പോയിൻ്റാണ് അല്ലേ? അപ്പോൾ ഒരു സ്റ്റാറിന് 10 പോയിൻ്റ് കിട്ടും.
12ൽ നിന്ന് 10 എടുത്താൽ ഒരു സ്റ്റാറായി. പിന്നെ 2 നീല കടലാസുകളും വേണം. കാരണം നീല കടലാസിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് 1 അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള 2 എണ്ണം വേണം. അപ്പോൾ സ്റ്റാർ 1 എണ്ണം, നീല 2 എണ്ണം. എത്ര വയസ്സായി? അമ്മയ്ക്ക് എത്ര വയസ്സായി? അച്ഛൻ എത്ര വയസ്സായി? അപ്പോൾ അമ്മ പറയുകയാണ് 40 വയസ്സ്. അച്ഛൻ എത്ര വയസ്സായി? അമ്മയേക്കാൾ 5 കൂടുതൽ. അച്ഛൻ ഉത്തരം പറയുകയാണ്. കറക്റ്റ് വയസ്സ് പറയുന്നില്ല, അമ്മയേക്കാൾ 5 കൂടുതൽ എന്നാണ് പറഞ്ഞത്. അച്ഛൻ്റെ വയസ്സ് എത്രയാണ്? അച്ഛൻ്റെ വയസ്സ് എത്രയാണ്? അമ്മയ്ക്ക് 40 ആണ്. അതിനേക്കാൾ 5 കൂടുതൽ എന്ന് പറഞ്ഞാൽ 40 കൂട്ടണം 5, 45 വയസ്സാണ് അച്ഛന്. ഇനി മിഹാലിന് 3 വയസ്സ്. അതിൻ്റെ ഇരട്ടിയാണ് നിയയുടെ വയസ്സ്. 3ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 6. അപ്പോൾ നിയയുടെ വയസ്സ് എത്രയാണ്? 3 കൂട്ടണം 3. 3ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 6 വയസ്സാണ് നിയയ്ക്ക്. ഇനിയും 5 വർഷം കഴിയുമ്പോൾ ഓരോരുത്തരുടെയും വയസ്സ് എത്രയാകും? ഇപ്പോൾ അമ്മയ്ക്ക് 40 വയസ്സാണ്. 5 വർഷം കഴിയുമ്പോൾ 5 വയസ്സ് കൂടും അല്ലേ? അപ്പോൾ 40നേക്കാൾ 5 കൂടുതൽ 45. അങ്ങനെയാണെങ്കിൽ അച്ഛനോ? അച്ഛന് ഇപ്പോൾ 45 ഉണ്ട്, അതിനേക്കാൾ 5 കൂടുതൽ, അപ്പോൾ 50. ഇനി നിയയ്ക്ക് ഇപ്പോൾ 6 വയസ്സാണ്, അതിനേക്കാൾ 5 കൂടുതൽ, 6ഉം 5ഉം 11. മിഹാലിനോ? 3ഉം 5ഉം 8. ഓരോ വർഷം കഴിയും തോറും നമുക്ക് വയസ്സ് കൂടി പോവുകയാണ് അല്ലേ? ഇപ്പോൾ മിഹാലിന് 3 വയസ്സാണെങ്കിൽ 5 വർഷം കൂടുമ്പോൾ എത്രയായി? 8 വയസ്സാകും. ഇപ്പോഴും അച്ഛൻ്റെ വയസ്സ് അമ്മയേക്കാൾ 5 കൂടുതൽ തന്നെ. നിയ പറയുകയാണ് അതങ്ങനെ തന്നെയാണ് അല്ലേ? 5 വയസ്സ് ഇപ്പോൾ കൂടുതലുണ്ട്. ഇനി 5 വർഷം കഴിയുമ്പോഴോ ആ 5 വയസ്സ് കൂടി പോവുകയുള്ളൂ, കുറയില്ല. ഇപ്പോൾ നിയയുടെ വയസ്സ് മിഹാലിൻ്റെ ഇരട്ടി അല്ലല്ലോ? അച്ഛൻ തിരിച്ചു ചോദിക്കുകയാണ്. നേരത്തെ 3ൻ്റെ ഇരട്ടി 6 ആയിരുന്നു, പക്ഷെ 5 വർഷം കഴിഞ്ഞപ്പോഴോ 11 അപ്പോൾ അത് ഇരട്ടിയല്ല അല്ലേ? ഇനി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ വയസ്സ് എഴുതൂ എന്നാണ്. നിങ്ങളുടെ അച്ഛൻ്റെ പേരാണ് എഴുതേണ്ടത്, വയസ്സ് എഴുതണം. അമ്മ വയസ്സ് എഴുതണം. അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, വയസ്സ്. നിങ്ങൾക്ക് ബ്രദറോ സിസ്റ്ററോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേരും വയസ്സുമാണ് എഴുതേണ്ടത്. ഇനി കമ്പ്യൂട്ടർ ഗെയിം. ഒരു കുട്ടി കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുകയാണ്. അതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കുറേ അക്കങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. കണ്ടില്ലേ? 1 മുതൽ 10 വരെ സംഖ്യകൾ കറക്റ്റായിട്ടുണ്ട്, പിന്നെ ഇല്ല. പിന്നെ തന്നിരിക്കുന്നത് 14, 15, 16, ബാക്കിയില്ല. പിന്നെ 21, 23, അങ്ങനെ ഇടവിട്ടാണ് സംഖ്യകളുള്ളത്. പിന്നെ താഴെയുള്ള ആ റോയിലൊന്നും നമ്പർ തന്നിട്ടില്ല. കമ്പ്യൂട്ടറിൽ കളിക്കുകയാണ് നിയ. ചില സംഖ്യകൾ വിട്ടുപോയി. പിന്നെ ചോദിച്ചിരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. 23 കഴിഞ്ഞ് തൊട്ടടുത്ത സംഖ്യ ഏതാണ് എന്നാണ്. 23 കഴിഞ്ഞ് തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? നമുക്കറിയാം 24 അല്ലേ? ഇനി 15ൻ്റെ തൊട്ട് മുൻപുള്ള സംഖ്യ ഏതാണ്? അപ്പോൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? കമ്പ്യൂട്ടറിലുള്ള ആ വിട്ടുപോയ ഭാഗങ്ങളെല്ലാം ഒന്ന് പൂരിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. 1 മുതൽ 50 വരെയാണ് നിയുടെ കമ്പ്യൂട്ടറിലുള്ളത്. പക്ഷേ അതിൽ ഒരുപാട് നമ്പേഴ്സ് മിസ്സിംഗ് ആണ്. അപ്പോൾ നമ്മളത് ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം 23 കഴിഞ്ഞാലുള്ള സംഖ്യ ഏതാണ് എന്നാണ്. 23 കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്നത് ഏതാണ്? 24. കണ്ടില്ലേ? ഇനി അടുത്ത ചോദ്യം 15ൻ്റെ തൊട്ട് മുൻപുള്ള സംഖ്യ ഏതാണ് എന്നാണ്. 15ൻ്റെ തൊട്ട് മുൻപുള്ള സംഖ്യ ഏതാണ്? 14. മൂന്നാമത്തെ ചോദ്യം 29ൻ്റെ തൊട്ട് മുകളിലുള്ള സംഖ്യ ഏതാണ് എന്നാണ്. ഏതാണ്? 19. കണ്ടില്ലേ? അടുത്തത് 39ൻ്റെ താഴെയുള്ള സംഖ്യ ഏതാണ്? 49. അപ്പോൾ ഈ സംഖ്യകളൊക്കെയാണ് നമുക്ക് ഉത്തരമായി കിട്ടിയത്. ഇനി 13, 33, 36, 46, 49 ഇതെല്ലാം കമ്പ്യൂട്ടറിൽ ശരിയായ കളങ്ങളിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളതെല്ലാം എഴുതി അല്ലേ? കമ്പ്യൂട്ടറിലെ ഏതാനും കളങ്ങളാണ് ചുവടെയുള്ളത്. ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ എഴുതൂ. കമ്പ്യൂട്ടറിലെ ഓരോ കളങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും മുകളിലും താഴെയും ഒക്കെ ഉള്ളത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ 23 ആദ്യം തന്നിരിക്കുന്നത്. നമുക്കതൊന്ന് എഴുതി നോക്കിയാലോ? അപ്പോൾ എഴുതാനുള്ള സൗകര്യത്തിന് നമുക്ക് ആ കമ്പ്യൂട്ടറിൽ ആ എണ്ണം എഴുതിയത് ഇവിടെ ഒന്ന് വരച്ചു വയ്ക്കാം. ഇനി നോക്കൂ, 23 മുകളിലും താഴെയും എത്രയാണ്? 13 33. 23 മുൻപ് 22, ശേഷം 24. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തേത് നോക്കൂ, 29 തന്നിരിക്കുന്നത്. അതിന് മുകളിലുള്ള സംഖ്യ എന്ന് പറയുന്നത് 19ഉം താഴെയുള്ളത് 39ഉമാണ് അല്ലേ? പിന്നെ 29ൻ്റെ തൊട്ടടുത്തുള്ളത്, മുൻപുള്ളത് 28ഉം ശേഷമുള്ളത് 30ഉമാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 19നും 39നും മുൻപുള്ളതും ശേഷമുള്ളതും എഴുതാം. 19ൻ്റെ മുൻപ് 18, ശേഷം 20. അതുപോലെ തന്നെ 39ന് മുമ്പ് 38, ശേഷം 40. ഇനി അടുത്തത് 28 തന്നിട്ടുണ്ട്. അപ്പോൾ 28ൻ്റെ മുകളിൽ ഉള്ളത് ഏതാണ്? ഒന്ന് നോക്കൂ, 18 അല്ലേ? താഴെയുള്ളതോ 38. ഇനി മുകളിൽ 18ൻ്റെ മുൻപിലുള്ളത് 17, 18ൻ്റെ ശേഷമുള്ളത് 19, അത് കഴിഞ്ഞാൽ പിന്നെ 20. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് നോക്കാം, 35 നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുകളിലും താഴെയും ഉള്ളത് ആദ്യം കണ്ടുപിടിക്കാം. 35ന് മുകളിൽ 25 വരുന്നത്, താഴെ 45 അല്ലേ? ഇനി 25 നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ 25ൻ്റെ തൊട്ടടുത്ത കോളത്തിൽ 26 ആയിരിക്കും അല്ലേ? അതുപോലെ 45 എഴുതി. 45ന് മുൻപ് വരുന്ന സംഖ്യ ഏതായിരിക്കും? 44 കഴിഞ്ഞിട്ടാണ് 45 വരുന്നത് അല്ലേ? അപ്പോൾ 44. ഇനി ലാസ്റ്റ് 25 അല്ലേ? 25ന് മുകളിലില്ല, അപ്പുറത്തും ഇപ്പുറത്തുമാണ്. അപ്പോൾ 25ന് മുൻപ് വരുന്നത് 24, ശേഷം വരുന്നത് 26. ഇനി നമുക്ക് 26ന് മുകളിൽ ഏത് സംഖ്യയാണ് വരുന്നത് എന്ന് നോക്കാം. 16. 16ന് മുകളിലോ 6. അതുപോലെ തന്നെ 24ന് ശേഷം വരുന്നത് 34, 34ന് ശേഷം വരുന്നത് 44. ഇതെല്ലാം നമുക്ക് ഈ സ്ക്രീനിൽ നിന്ന് നോക്കി മനസ്സിലാക്കി എഴുതാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടുപിടിച്ച് വേണം എഴുതാനായിട്ട്. ഓക്കെ. നീയയും കൂട്ടുകാരും കാർഡ് കളിക്കുകയാണ്. കൂട്ടുകാർ ജോഡിയായത് നോക്കൂ. മറ്റുള്ളവരെയും ചേർത്ത് വരയ്ക്കും. കുറച്ച് നമ്പേഴ്സ് ഒരു സൈഡിലും അതിൻ്റെ വാക്യത്തിലുള്ളത് മറ്റു സൈഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. അക്ഷരത്തിലുള്ളതുമുണ്ട്, അക്കത്തിലുള്ളതുമുണ്ട്. അക്കത്തിലുള്ളതും അക്ഷരത്തിലുള്ളതും സെയിം ആയത് കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് 30. 30 എന്നുള്ളത് അക്ഷരത്തിലുണ്ട്, അക്കത്തിലുമുണ്ട്. നമ്മൾ വരച്ചു. ഇനി 49, 18, 21, 37. കണ്ടില്ലേ? എല്ലാവരും ഓരോ സംഖ്യയുടെയും കറക്റ്റായിട്ടുള്ള ആ ഒരു അക്ഷരത്തിൽ എഴുതിയത് യോജിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഓരോരുത്തർക്കും കിട്ടിയ സംഖ്യകൾ കാർഡിൽ എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 49, 30, 21, 37, 18 ഇതൊക്കെയാണ് ഓരോരുത്തർക്കും കിട്ടിയത്. ഇനി അവയെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം ആ സംഖ്യകളെ. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ആദ്യത്തേത് 18, 21, 30, 37, 49. ഇങ്ങനെയാണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. ജോഡിയാക്കൂ. ഓരോ സംഖ്യകളെ ചേർത്ത് വരയ്ക്കൂ. ഓരോ സംഖ്യകളെ ചേർത്ത് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു. ആദ്യത്തേത് നോക്കൂ, 4 10. 4 10 എന്ന് പറഞ്ഞാൽ 40 അല്ലേ? അതിനോട് യോജിക്കുന്നത് ഇപ്പുറത്തെ സൈഡിൽ ഏതായിരിക്കും? 40 ഒന്നുകൾ. 40 ഒന്നുകൾ കൂടി ചേർന്നതാണ് 40. അതുപോലെ തന്നെ 4 10 കൂടി ചേർന്നാലും 40. ഇനി രണ്ടാമത്തേത് 4 10ഉം 6 1ഉം. അപ്പോൾ എത്രയാണ്? 4 10 എന്ന് പറയുമ്പോൾ 40 പ്ലസ് 6 46. അപ്പോൾ 46 ഒന്നുകൾ എന്നുള്ളതിലേക്കാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇനി മൂന്നാമത്തേത് നോക്കൂ, 31 ഒന്നുകൾ. 31 ഒന്നുകൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 31 അല്ലേ? അതിന് യോജിക്കുന്നത് അപ്പുറത്ത് ഏതാണ്? 3 10ഉം 1 1ഉം. 3 10 എന്ന് പറഞ്ഞാൽ 30. അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ 31. അപ്പോൾ അവർ രണ്ടും ഒരേ ഉത്തരമാണ് അല്ലേ? ഇനി നാലാമത്തേത് 1 10ഉം 1 9ഉം. 1 10ഉം 1 9ഉം. 10 കൂട്ടണം 9 19. അപ്പോൾ 19 ഒന്നുകൾ കൂടി ചേർന്നതാണ് 19.
അപ്പോൾ അതിലേക്ക് വരച്ചു. എല്ലാവരും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ആരും ഇതിൽ കണ്ടത് വരയ്ക്കരുത്, മനസ്സിലാക്കി ചെയ്യണം. അടുത്തത് 2 10 8 1. 2 10 എന്ന് പറയുമ്പോൾ 20 അല്ലേ? അതിൻ്റെ കൂടെ 8 കൂട്ടിയാൽ 28 ഒന്നുകൾ. ഇനി 44 ഒന്നുകൾ. 44 ഒന്നുകൾ കൂട്ടിയാൽ എത്രയാണ്? 44 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ അതിനോട് യോജിച്ചു പോകുന്നത് അപ്പുറത്ത് ഏതാണ്? 4 10 4 1. 4 10 എന്ന് പറയുമ്പോൾ 40. അതിൻ്റെ കൂടെ 4 1 കൂട്ടിയാൽ 44. അപ്പോൾ ലാസ്റ്റ് 44 ഒന്നുകൾ എന്നുള്ളത് വരയ്ക്കേണ്ടത് എങ്ങോട്ടാണ്? 4 10 4 1 എന്നുള്ള ആ കോളത്തിലേക്കാണ്. അടുത്തത് കൂട്ടങ്ങളാക്കാം. ഒരേ സംഖ്യയുള്ള കാർഡ് എടുത്തവർ ഒരു കൂട്ടമായി. കണ്ടില്ലേ, കുറേ സംഖ്യകൾ തന്നിട്ടുണ്ട്. സംഖ്യകൾ എങ്ങനെയാണ്? അക്കത്തിലും അക്ഷരത്തിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉത്തരം കിട്ടുന്ന, അതായത് കുറേ സംഖ്യകൾ തന്നിട്ടുള്ളതിൽ എല്ലാം കൂട്ടി നോക്കിയാൽ ഒരു ഉത്തരമാണ് എങ്കിൽ അവ ഒരു കൂട്ടമാക്കണം. അപ്പോൾ 48 എന്നുള്ളതാണ് ആദ്യം. ഇനി 48 എന്ന് അക്ഷരത്തിലുമുണ്ട് അക്കത്തിലും എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ 4 10 8 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 10 എന്ന് പറയുമ്പോൾ 40 + 8 48. അതും 48 ആണ് ഉത്തരം കിട്ടുന്നത്. വേറെ ഒന്ന് 50-നേക്കാൾ 2 കുറവ്. 50-ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 48 ഉത്തരം കിട്ടും. അപ്പോൾ ഈ കൂട്ടത്തിൽ 4 എണ്ണമാണ് ഉള്ളത് അല്ലേ, ഒരേ ഉത്തരം കിട്ടുന്നത്. ഇനി അടുത്തത് നോക്കാം. 20ഉം 16ഉം. 20ഉം 16ഉം കൂട്ടുമ്പോൾ എത്രയാണ്? 36 ആണ് ഉത്തരം അല്ലേ? അപ്പോൾ അക്കത്തിൽ 36 എന്ന് തന്നിരിക്കുന്നു, അക്ഷരത്തിലും 36 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും എഴുതാം. അതുകൂടാതെ 30ഉം 6ഉം 36. കണ്ടില്ലേ? അപ്പം 4 കോളത്തിലുള്ളതാണ് ഒരു കൂട്ടം. ഇനി പച്ച കളറിലാണ് ബോക്സ് ഉള്ളത്. 25 അക്ഷരത്തിലും അക്കത്തിലും തന്നിട്ടുണ്ട്. അതുകൂടാതെ 20ഉം 5ഉം. 20ഉം 5ഉം 25 അല്ലേ? പിന്നെയോ 10ഉം 15ഉം. 10ഉം 15ഉം കൂട്ടിയാൽ 25. അങ്ങനെ 4 ഉത്തരങ്ങളാണ് 25 എന്ന് കിട്ടുന്നത്. അടുത്തത് 40 അക്ഷരത്തിലുണ്ട് അക്കത്തിലുണ്ട്. കണ്ടോ? അതുകൂടാതെ 4 10. 4 10 എന്ന് പറഞ്ഞാൽ 40. പിന്നെയോ 20നോട് 20 ചേർന്നത്, അപ്പോഴും 40 എന്ന് കിട്ടും. അങ്ങനെ 4 കോളം യെല്ലോ കളറിൽ കൊടുത്തിട്ടില്ലേ, അതാണ് ആ 4 കോളങ്ങൾ. ഇപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളെയും അക്ഷരത്തിലും അക്കത്തിലും എഴുതിയ എല്ലാത്തിനെയും നമ്മൾ ഓരോ കൂട്ടങ്ങളാക്കി, 4 വരുന്ന ഓരോ കൂട്ടങ്ങളാക്കി. കണ്ടില്ലേ? കൂട്ടങ്ങളെ കണ്ടെത്തി എഴുതൂ. നമ്മൾ കണ്ടുപിടിച്ച ആ കൂട്ടങ്ങളില്ലേ, അതിനെ ഓരോ കൂട്ടം ആയിട്ട് എഴുതണം. അപ്പോൾ കൂട്ടം 1 എന്നുള്ളതിൽ 48. 48 അക്ഷരത്തിൽ അക്കത്തിൽ 4 10ഉം 8 1ഉം. 50-ൽ നിന്ന് 2 കുറവ്. ഇനി കൂട്ടം 2 ഏതാണ്? 40 ആണ് അക്കത്തിലും അക്ഷരത്തിലും. പിന്നെ 4 10 20നോട് 20 ചേർന്നത്. മൂന്നാമത്തേത് 36. 30ഉം 6ഉം 20ഉം 16ഉം. ഇനി നാലാമത്തെ കൂട്ടം എന്ന് പറയുന്നത് 25 ആണ്. അത് അക്ഷരത്തിലും അക്കത്തിലും. പിന്നെ 20ഉം 5ഉം 10ഉം 15ഉം. ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ മനസ്സിലാവാത്തവർക്കായി ഇങ്ങനെയാണ് നമ്മൾ ഓരോ സംഖ്യയെയും 4 ഭാഗങ്ങളായിട്ട് കണ്ടുപിടിച്ച് വച്ചിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം. ഇവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഏറ്റവും വലുത് എന്ന് പറയുന്നത് 48, ഏറ്റവും ചെറുത് 25. ഇനി നമുക്ക് ടെക്സ്റ്റിലില്ലാത്ത ഒരു സംഖ്യയെ ഇങ്ങനെ ഒന്ന് കൂട്ടങ്ങളാക്കി നോക്കിയാലോ? 50 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 50നെ നമുക്ക് അക്ഷരത്തിലും അക്കത്തിലും എഴുതാം. അതുപോലെ തന്നെ 20ഉം 30ഉം കൂട്ടിയാൽ 50 കിട്ടും. 45നോട് 5 കൂട്ടിയാൽ 50 കിട്ടും. ഇതുപോലെ നിങ്ങളും ചില സംഖ്യകൾ ഇങ്ങനെ കൂട്ടങ്ങളാക്കി നോക്കണം. കുറച്ച് വർക്ക്ഷീറ്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് കൂട്ടാനുള്ളതാണ്. 2 അക്ക സംഖ്യകൾ തമ്മിൽ കൂട്ടാനുള്ളതാണ്. ഇത് കുറയ്ക്കാനുള്ള വർക്ക്ഷീറ്റാണ്. അപ്പോൾ ഇത് ചെയ്തു നോക്കണം. ഇത് ഉദാഹരണത്തിൽ തന്നതുപോലെ തന്നെ 68, 60ഉം 8ഉം 68.
അതുപോലെ എഴുതാനുള്ളതാണ്. 43നെയും 87നെയും ഒക്കെ എഴുതണം. ഇനി ഇതും അതുപോലെ തന്നെ എഴുതാനുള്ളതാണ്. ഇനി തന്നിരിക്കുന്നത് ഓരോ നമ്പറിലും എത്ര പത്തുകളുണ്ട്, എത്ര ഒന്നുകളുണ്ട് എന്നുള്ളതാണ്. ടെൻസ് എന്ന് പറഞ്ഞാൽ പത്തുകൾ, വൺസ് എന്ന് പറഞ്ഞാലോ ഒന്നുകൾ. അപ്പോൾ 45-ൽ എത്ര ടെൻസ് ഉണ്ട്, എത്ര വൺസ് ഉണ്ട് എന്നെഴുതണം. ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. 45-ൽ 40 ടെൻസ്, അതായത് 40 പത്തുകൾ, 5 വൺസ്, 5 ഒന്നുകൾ. ബാക്കിയുള്ളത് അതുപോലെ പൂരിപ്പിക്കുക. ഇതും അങ്ങനെയൊരു വർക്ക്ഷീറ്റാണ്. പത്തുകൾ, ഒന്നുകൾ. ചില നമ്പേഴ്സിൻ്റെ അടിയിൽ അവർ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് ഒന്നുകളാണോ പത്തുകളാണോ എന്ന് എഴുതണം. 24 നോക്കൂ, 2-ന് അടിയിലാണ്. അപ്പോൾ അത് 2 പത്തുകളാണ്. 34-ന് അടിയിൽ 4 അപ്പോൾ 4 ഒന്നുകൾ. ബാക്കിയുള്ളതും അതുപോലെ തന്നെ എഴുതണം. അടുത്തത് ഈ തന്നിരിക്കുന്ന അക്കങ്ങളെയെല്ലാം അക്ഷരത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 41 എന്ന് അക്കത്തിൽ എഴുതിയിട്ടുണ്ട്, അത് അക്ഷരത്തിൽ എഴുതണം. ബാക്കിയുള്ള എല്ലാ നമ്പറുകളും വായിച്ച് ഏതാണ് എന്ന് മനസ്സിലാക്കി അക്ഷരത്തിൽ എഴുതണം. ഈ തന്നിരിക്കുന്നവയെ അക്കത്തിൽ എഴുതണം. തന്നിരിക്കുന്ന സംഖ്യകളെ കൂട്ടങ്ങളാക്കുക. 35നെ ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും, അതുപോലെ തന്നെ 40, 24. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ തന്നിട്ടുള്ള എല്ലാ കണക്കുകളും ചെയ്ത് നോക്കണം. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.